ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്യുസാറ്റിൻ്റെ എക്സാം ഇനി അടുത്ത ദിവസം തന്നെ വരികയായി അല്ലേ? മെയ് 9 ഓൾറെഡി അവർ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അഡ്മിറ്റ് കാർഡ് അടുത്ത് തന്നെ റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അപ്പം ഇതിന് അപ്ലൈ ചെയ്തിട്ടും ഇതുവരെ പ്രിപ്പറേഷൻ എവിടെയും എത്താത്തവരുണ്ടാവും. അതേപോലെ പ്രിപ്പറേഷൻ തുടങ്ങിയെങ്കിലും മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് ഇറക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇതിൻ്റെ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഈ ക്യുസാറ്റ് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ ടിപ്സും ട്രിക്സും ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ ജോബ് സെക്യൂർഡ് വീഡിയോസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് അറിയാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ക്യുസാറ്റ് കോഴ്സിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഏതൊക്കെ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം നോക്കൂ, BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BSc LLB ഉണ്ട്. BSc LLB പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ചുരുക്കം ലോ കോളേജസിൽ ഒന്നാണ്, ലോ യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ് ക്യുസാറ്റ്. ഓക്കെ, അപ്പം ഈ 3 കോഴ്സും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്യുസാറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ടൈറ്റ് കോമ്പറ്റീഷനും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം നല്ല കോഴ്സാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കോമ്പറ്റീഷനും ഉണ്ടാവും. 150 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ചോദിക്കുന്നുണ്ടാവുക. ഈ 150 ക്വസ്റ്റ്യൻസിന് മുൻകാലങ്ങളിൽ ഓരോ റൈറ്റ് ആൻസറിനും 3 മാർക്സ് ആയിരുന്നു. ഈ വർഷം മുതൽ 4 മാർക്സ് ആയി. പക്ഷേ നെഗറ്റീവ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക, 1 മാർക്ക് മൈനസ് ചെയ്യും. അപ്പം കറക്കി കുത്തൽ പറ്റില്ല. കൃത്യമായ ധാരണയോടെ നല്ല പ്രിപ്പറേഷനോട് കൂടെ പോയാൽ മാത്രമേ നമുക്ക് ക്യുസാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പ്രിപ്പറേഷന് വളരെ വലിയ റോളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രിപ്പറേഷനോട് കൂടെ വേണം നമ്മൾ ഈ എക്സാം എഴുതാൻ വേണ്ടി പോവാൻ. അപ്പം ഞാൻ പറഞ്ഞു, വളരെ നല്ല കോഴ്സ്, അതുപോലെ തന്നെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ എന്ത് വേണം? കൃത്യമായൊരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. പ്രിപ്പറേഷൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ 22-ാം തീയതി മുതൽ ക്യുസാറ്റിൻ്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. വെറും 799 ആണ് അതിന് വരുന്ന ചാർജ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ വർഷങ്ങളിലുള്ള നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 1ഉം 2ഉം 3ഉം റാങ്കുകൾ ഇഷ്ടംപോലെ കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജോബ് സെക്യൂർ. ജോബ് സെക്യൂർ ഇങ്ങനെ കൃത്യമായിട്ട് ഇത്രയും നല്ല റിസൾട്ടിലേക്ക് പോകുന്നത് ഞങ്ങളുടെ കൃത്യമായ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെയാണ്. കേരള ലോ എൻട്രൻസിൻ്റെ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും കൊണ്ട് പോയാൽ നമുക്ക് ക്യുസാറ്റ് കിട്ടില്ല. ക്യുസാറ്റിൻ്റെ പ്രിപ്പറേഷൻ വേണം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയധികം 16 പ്രീവിയസ് പേപ്പേഴ്സ് ആൻഡ് മോക്ക് ടെസ്റ്റുകളാണ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത്. ഈ 799 റുപ്പീസിൻ്റെ കോഴ്സിലാണ് ഞാൻ ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ക്ലാസ്സസ്, ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് തരുന്നത്. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ ഫാക്കൽറ്റി ടീമും നിങ്ങളുടെ മുമ്പിൽ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കേണ്ട കോൺടാക്ട് നമ്പർ ഞങ്ങൾ ഇതാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷനിൽ എടുക്കുക. അപ്പം ഞാനിനി എന്തൊക്കെയാണ് ക്യുസാറ്റിൽ വരുന്നത് എന്നതിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ക്യുസാറ്റിന് 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. ഫസ്റ്റ് പാർട്ടിൽ ലോ റിലേറ്റഡ് മാറ്റേഴ്സ്, അത് 25 ക്വസ്റ്റ്യൻസിന് വരും. എന്നാൽ അതേ ഏരിയയിൽ തന്നെ നോക്കൂ, റീസണിങ് ഓർ ലോജിക്കൽ തിങ്കിങ് 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോജിക്കൽ റീസണിങ് എന്നുള്ള ഏരിയ, ലോജിക്കൽ റീസണിങ് നിങ്ങൾ സ്കൂൾ കരിക്കുലത്തിൽ ഒരിക്കലും പഠിക്കുന്നില്ല. ഇത് വേറെ തന്നെ പഠിക്കേണ്ടതാണ്. ജോബ് സെക്യൂർഡ് ഗൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാം, ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. ലോജിക്കൽ റീസണിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. പാർട്ട് 2വിലേക്ക് കടന്നാൽ ജനറൽ ഇംഗ്ലീഷിൽ വളരെ ലെവൽ കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക. അതോടൊപ്പം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ജനറൽ ഇംഗ്ലീഷിൽ നിന്നും ലോജിക്കൽ റീസണിങ്ങിലും 50 ക്വസ്റ്റ്യൻസ് വരുമ്പം 25 ക്വസ്റ്റ്യൻസ് ആണ് ലോയിൽ നിന്നും ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് നിന്നും വരുന്നത്. പാർട്ട് 1നും പാർട്ട് 2വിനും സെയിം വെയിറ്റേജ് ആണ്, 50% വെയിറ്റേജ് ആണ്. ഒരു പ്രത്യേക ഏരിയയ്ക്ക് കൂടുതൽ വെയിറ്റേജ് ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ നിങ്ങൾക്ക് തറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പോലെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ക്യുസാറ്റ് ക്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും. അപ്പോൾ പാർട്ട് 1ലെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് റിലേറ്റഡ് മാറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരും? ലോയിൽ എന്തൊക്കെ വരും?
ലോയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്, നമുക്കറിയാം. പുതുതായിട്ട് കുറേ നിയമങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടത്തെ IPCയും CRPCയും ഒക്കെ മാറി പുതിയ നിയമങ്ങളായി. അപ്പം ആ പുതിയ നിയമങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ഈ പുതിയ നിയമങ്ങൾ നമ്മുടെ ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ഗൈഡ് 2026 ഗൈഡിൽ അവൈലബിൾ ആണ്. അത് നോക്കണം. ഒപ്പം നമ്മൾ കൃത്യമായ ഒരു പരിശീലനത്തിലൂടെ പോവേണ്ടതും അത്യാവശ്യമാണ്. വെറും ഇത് മാത്രം പോരാ. കൂടാതെ ലീഗൽ ടേംസ്, ലീഗൽ മാക്സിംസ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലീഗൽ ടേംസും ലീഗൽ മാക്സിംസും ഒന്നും നമ്മൾ സാധാരണഗതിയിൽ ഒരിക്കലും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ലീഗൽ ടേംസ് കുറച്ചെങ്കിലും കേട്ടിട്ടുണ്ടാവും. ലീഗൽ മാക്സിംസ് നിങ്ങൾക്ക് അപരിചിതമായിരിക്കും. അപ്പം ലീഗൽ മാക്സിംസ് ഒക്കെ ഒന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇനി അതിൽ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ലീഗൽ GKയും അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്ത ഏരിയ ആണ് വളരെ പ്രധാനപ്പെട്ടത്, റീസണിങ് ഓർ ലോജിക്കൽ തിങ്കിങ്. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരും. സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസേർഷൻ, അതേപോലെ തന്നെ കോസ് ആൻഡ് ഡിഫക്റ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരിക്കലും ഒരു എക്സാമിനും കണ്ടിട്ടും ഉണ്ടാവില്ല. സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസേർഷൻ ഇങ്ങനത്തതൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ സില്ലോജിസം ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയ. അനോളജി വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ബ്ലഡ് റിലേഷൻ, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ക്ലോക്ക്, കലണ്ടർ, അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്പർ സീരീസ് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് വരുന്നുണ്ട്, റാങ്കിങ്, ഓർഡർ ആൻഡ് പൊസിഷൻ. ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വളരെ പരന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് എന്നുള്ള ഏരിയ. വളരെ പരന്ന് കിടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ അതിനകത്ത് നിന്ന് 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നല്ലൊരു പ്രിപ്പറേഷനിലൂടെ പോയാൽ തന്നെ നമുക്ക് ഈ 50 ക്വസ്റ്റ്യൻസും അങ്ങ് എത്തുള്ളൂ. 150 ക്വസ്റ്റ്യൻസിൽ എബോവ് 120 ശരിയാക്കുന്നവരായിരിക്കും ഭൂരിഭാഗം കുട്ടികളും. അപ്പോൾ അത്രയും നല്ലൊരു പ്രിപ്പറേഷനിലൂടെ, അത്രയും നല്ലൊരു സ്കോറിലൂടെ നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോജിക്കൽ റീസണിങ് ഏരിയ വളരെ നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. ലോജിക്കൽ റീസണിങ് ഏരിയ നിങ്ങൾ പഠിക്കാത്തൊരു ഏരിയ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡുകളും അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റിയുടെ കോച്ചിങ് ക്ലാസ്സസിലൂടെയൊക്കെ തന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പം തന്നെ തുടരാം. അപ്പോൾ നമ്മൾ പാർട്ട് 1 ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്ന് കണ്ടു കഴിഞ്ഞു. ഇനി പാർട്ട് 2 കടക്കുന്നത്. പാർട്ട് 2 ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ജനറൽ ഇംഗ്ലീഷ്. നമ്മൾ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ലെവൽ ഇംഗ്ലീഷും എക്സ്പെക്റ്റ് ചെയ്ത് പോയാൽ ക്യുസാറ്റിൽ പറ്റില്ല. ക്യുസാറ്റിലെ ഇംഗ്ലീഷ് ഏരിയയിൽ വളരെ ലെവൽ കൂടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. സ്പോട്ടിംഗ് എറർ, സെൻറ്റൻസ് കറക്ഷൻ, ഫ്രേസസിൻ്റെയും വേർഡ്സിൻ്റെയും സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ആൻറ്റോണിം, സിനണിം, വെർബൽ അനോളജി, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സ്പെല്ലിംഗ്, സ്പോട്ടിംഗ് ദ എറർ, സ്പെല്ലിംഗ് കറക്ഷൻ, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. റീഡിംഗ് കോംപ്രഹെൻഷൻ, പാസേജസ് 1 2 എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ മറ്റ് ലോ എൻട്രൻസുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ലെവല് ക്യുസാറ്റിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ പോയി ഒരുപാട് എക്സസൈസുകൾ ചെയ്താൽ തന്നെയേ നമുക്ക് ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 50 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് ഏരിയയിൽ നിന്നും വരുന്നത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ജനറൽ നോളജ് ഓർ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം, പൊതുവേ തന്നെ ജനറൽ നോളജ് ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും കടൽ പോലെ പരന്ന് കിടക്കുന്ന സാധനം. അതിൽ കറണ്ട് അഫയേഴ്സിലും ജനറൽ നോളജിലും സ്റ്റേറ്റ് ലെവലിലുള്ളത് ചോദിക്കാം, നാഷണൽ ലെവലിലുള്ളത് ചോദിക്കാം, ഇൻ്റർനാഷണൽ ലെവലിലുള്ളത് ചോദിക്കാം. അതിൽ എന്തൊക്കെ ഏരിയാസ് ഉണ്ട്! സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്, അവാർഡ്സ്, ഒരുപാട് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അല്ലേ. ഇതിൽ നിന്ന് എന്തിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഓരോ ക്വസ്റ്റ്യനും വിലപ്പെട്ടതാണ്. ഒരു ക്വസ്റ്റ്യൻ ഒഴിവായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടമാവും. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ക്യുസാറ്റ് സീറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റിയെന്ന് വരും. ഓരോ ഏരിയയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ പ്രിപ്പറേഷനിലൂടെ മാത്രമേ നിങ്ങൾക്ക് ക്യുസാറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ പറയുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങളുടെ പുതിയ ബാച്ച് ക്രാഷ് ബാച്ചിലേക്ക്, അതായത് ക്യുസാറ്റ് സ്പെഷ്യൽ ക്രാഷ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. ആസ് ഏർലി ആസ് പോസിബിൾ ജോയിൻ ചെയ്യാൻ നോക്കുക.
ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. 22 ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യായി. ലൈവ് സെഷൻസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒപ്പം ടെസ്റ്റ് പേപ്പേഴ്സും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇത്രയും ഇതിൻ്റെ എല്ലാ ഏരിയയും കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനും ക്യുസാറ്റും വ്യത്യസ്തമായ പരീക്ഷകൾ തന്നെയാണ്. രണ്ടിലും ലോ ചോദിക്കുന്നുണ്ട്. പക്ഷേ ക്യുസാറ്റിലെ ലോയും പഠിച്ചു പോയാൽ നമുക്ക് ക്ലീ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ക്ലീക്ക് ലോ വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ക്യുസാറ്റിൻ്റെ ലോജിക്കൽ റീസണിങ് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ക്യുസാറ്റിൻ്റെ ഇംഗ്ലീഷ് വേറെ തന്നെയാണ്. അത് അത്ര ലെവൽ ഉണ്ടാവില്ല ക്ലീക്ക്. പക്ഷേ ലീഗൽ അതല്ല. ക്ലീയുടെ ലീഗൽ നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ പ്രിപ്പറേഷൻ വേണം. അവിടെയാണ് ജോബ് സെക്യൂർ വ്യത്യസ്തമായി നിൽക്കുന്നത്. ജോബ് സെക്യൂറുടെ ഒരേ കോച്ചിങ് അല്ല കൊടുക്കുക. ക്യുസാറ്റ് വേണ്ടവർക്ക് ക്യുസാറ്റ് സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കും. ക്ലീ വേണ്ടവർക്ക് ക്ലീയുടെ സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ജോബ് സെക്യൂർ ഇത്രയും നല്ല റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യുസാറ്റിന് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെ ഏരിയ കാര്യമായി നോക്കേണ്ടതുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയും ഇതുപോലെ ക്യുസാറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഇതുവരെ ജോബ് സെക്യൂറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. കാരണം ഇനിയും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആയ കണ്ടൻറ്റുമായിട്ടാണ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.